ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ പുറത്തേക്ക് വന്ന ഒരു നിരാശ വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ നിലവിൽ മിന്നും ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ജാപ്പനീസ് സൈനിങ് ആയ ഡൈസുക്കെ സകായ് ഈ ഒരു സീസണോട് കൂടി ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കറിയാം, നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC തങ്ങളുടെ താരങ്ങളുടെ എല്ലാം തന്നെ കരാർ പുതുക്കുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ISL 10ാമത്തെ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ജാപ്പനീസ് സൈനിങ് ആയ ഡൈസുക്കെ സക്കായിയെ ടീമിൽ നിന്നും ഒഴിവാക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടി ആദ്യം തന്നെ സൈൻ ചെയ്ത ഒരു ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ജോഷുവ സ്വെറ്റൂരിയ എന്ന സൂപ്പർ താരം. ഈ ഒരു താരത്തിന് ട്രെയിനിങ്ങിനിടെ പരിക്ക് പറ്റിയതിനെ തുടർന്നുകൊണ്ട് താരത്തിന് ഈ ഒരു ISL സീസൺ മുഴുവനായും നഷ്ടമാവുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ജോഷുവക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ജപ്പാനിൽ നിന്നും ഡൈസുക്കെ സക്കായിയെ സൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടീമിൽ നിർബന്ധമായും ഒരു ഏഷ്യൻ കോട്ട സൈനിങ് ഉണ്ടാവണമെന്ന് ISLന്റെ റൂളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഏഷ്യൻ കോട്ട സൈനിങ് കൂടി ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഏതായാലും ജോഷുവ കുറേയൊക്കെ പരിക്കിൽ നിന്നും റീകവറി ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ISLന്റെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ജോഷുവെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോഷുവക്ക് പകരക്കാരനായിക്കൊണ്ട് ടീമിലേക്ക് എത്തിയ സക്കായിയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമെന്നും ഉറപ്പ് തന്നെയാണ്. നമുക്കറിയാം, നിലവിൽ സക്കായി ബ്ലാസ്റ്റേഴ്സിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ അവർ ആദ്യം തന്നെ 2 ഗോൾ നേടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആശ്വാസ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് സക്കായി ആയിരുന്നു. അതും ഒരു മിന്നും ഫ്രീ കിക്കിലൂടെ ആയിരുന്നു താരം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഏതായാലും ഈ ഒരു 10ാം സീസണിൽ ഇതുവരെ ആയിട്ടും താരം ബ്ലാസ്റ്റേഴ്സിനായി 15 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു അസിസ്റ്റും 2 ഗോളുകളും താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഡൈസുക്കെ സക്കായിയെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഏതായാലും കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടാതെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സ് സച്ചിന് പകരക്കാരനായിക്കൊണ്ട് ഹൈദരാബാദ് FCയുടെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ അതിന്റെ ഒരു സുപ്രധാന വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ആയിട്ടും ഗുർമീതിനെ സൈനിങ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. കൂടാതെ നിലവിൽ ഗുർമീത് എന്ന ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റു ക്ലബ്ബുകളും രംഗത്തുണ്ട്. പക്ഷേ ഈ ഒരു താരത്തെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം എന്നും ഈ ഒരു റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.